ഞാനോർക്കണേ ആ ഓമൻ ചേച്ചി പോയിട്ട് വന്നിട്ടില്ലല്ലോ, നമുക്ക് വിളിച്ചാലോ? വിളിയടി, ബാക്കി കാര്യം കൂടെ അറിയാലോ നമുക്ക്. ഓ എന്റെ അമ്മോ, അല്ല, നമ്മളോട് അങ്ങനെയൊക്കെയാണ് കാണിച്ചത് അവളൊക്കെ കൂടെ. ഇങ്ങോട്ട് വരാൻ പറ, ഇങ്ങോട്ട് വരാൻ പറ. അമ്മ അവിടെ ഇരുന്നോ, കഴിച്ചോ. അമ്മ ഇവിടെ എന്റെ പൊന്നെ, ഇത് എവിടെയായിരുന്നു? എന്റെ പൊന്നെ പോയ കാര്യം എന്തോ പറയാൻ എന്റെ പൊന്നു കുഞ്ഞേ. നിങ്ങൾ എന്നോട് സംസാരിച്ച് അങ്ങോട്ട് പോയില്ലയോ? ആ സമയത്ത് തന്നെ ആ മുല്ലശ്ശേരിയിലെ മായ എന്റെ തലയ്ക്ക് വന്ന് വീണ്. എന്റെ പൊന്നു മോളെ എന്നോട് പറയാ, അവിടെ മോന് ഒരു കല്യാണാലോചന, ഒരു പെണ്ണിനെ നീ എവിടെങ്കിലും കണ്ടുപിടിച്ച് താടിയെന്ന്. ചെറുക്കൻ എത്ര വയസ്സുണ്ടെന്നറിയോ? 33 വയസ്സ്. പോരാത്തന് ചൊവ്വാദോഷക്കാരൻ. എവിടുന്ന് പെണ്ണ് കിട്ടാനാ? ഇപ്പൊ ഇങ്ങോട്ട് മുട്ടേന്ന് മുളയ്ക്കുന്നതിന് ഉള്ള പെമ്പിള്ളാരുടെ ചെറുക്കന്മാരെ സെലക്ട് ചെയ്ത് അങ്ങ് വെക്കുമല്ലയോ? ഈ നാശങ്ങൾക്ക് വല്ല പ്രേമിച്ചെങ്കിലും കല്യാണം കഴിച്ചുകൂടാ. ഇവന് എവിടെ പോയിരുന്നു ആർക്കറിയാം? അങ്ങനെ പോലും ഇല്ല. അവിടെ പോയില്ലേ? അടുത്ത് പോയില്ലേ? എന്റെ പൊന്നു കുഞ്ഞ്, അത് തന്നെ ഞാൻ പറയാൻ വരുന്നത്. അങ്ങോട്ട് പോകാൻ നിന്നപ്പോഴല്ലേ ഇവളെന്റെ തലയ്ക്ക് വന്ന് വീണത്. അത് പോട്ടെ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, വിശന്നിട്ട് മേല് വല്ല എന്തെങ്കിലും കിട്ടുമോ? ദോശ കഴിക്കോ? ദോശയോ എന്തരോ എന്റെ പൊന്നോ. പറ, എന്താ വൈകിയെന്ന്? ഒന്ന് അടങ്ങ, ഇച്ചിരി വല്ല ഒന്ന് കഴിക്കട്ടോ. നല്ല വിശപ്പുണ്ട്. വിശപ്പുണ്ടോന്ന്? ആ കണ്ടം വഴി വെയിലും കൊണ്ട് നടന്ന് ആ കണ്ടത്തിപ്പറമ്പിലെ വീട്ടുപേര് പോലും എന്റെ വായിൽ ഇരിക്കുന്നില്ല. കണ്ടത്തിപ്പറമ്പിലെ വീട്ടിൽ ചെന്നപ്പോ അയ്യോ ഒന്നും പറയണ്ട. എന്ത് പറയാനാ, പറയാമേ. ആരൊക്കെ ഉണ്ടായിരുന്നു? ആരൊക്കെ വെച്ചാൽ ആ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഇവിടെ ആരൊക്കെ വന്നു. അതൊക്കെ എന്തോ അമ്മാവന്, അതൊരു അമ്മാവനെ, പിന്നെ അവര് അനന്തിരനെ, ഒരു മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരാള്, മുകുന്ദൻ ചേട്ടൻ. അയ്യോ കറിയെല്ലാം ചേച്ചി കൊല്ലത്തുള്ളതല്ലേ, കൊല്ലത്തുള്ള മുകുന്ദൻ ചേട്ടനില്ലേ, മുകുന്ദൻ. അയ്യോ എന്തെങ്കിലും ദേഷ്യം തലക്കടിക്കുന്ന മനുഷ്യൻ, ഭയങ്കര ദേഷ്യക്കാരനാണ് അയാള്. അയാളും ഉണ്ട്, ആങ്ങളച്ചെറുക്കനുണ്ടല്ലോ, ആങ്ങളച്ചെറുക്കനും ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കുറെ നേരം അവിടെ ഉണ്ട് ഭയങ്കര സംഭവം. വേറൊരാളുണ്ടല്ലോ മറ്റേ അമ്പലത്തിന്റെ അവിടെ കച്ചവടം ചെയ്യുന്ന അയാളുണ്ടായിരുന്നോ? നല്ല പൊക്കമുള്ളത് അയാളും. പക്ഷെ നമ്മളെ വളയൊക്കെ പഠിക്കാൻ നമ്മളെ കടയിൽ അതിന് തൊട്ടപ്പുറത്ത് ഒരു വടയും ദോശ കിട്ടുന്ന കട, ആ കടയുടെ ബാക്ക് സൈഡിൽ അയാളുണ്ടായിരുന്നോ? കൊറേ പേരുണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എല്ലാരും കൂടി ഇങ്ങനെ വന്നിരുന്ന് ഭയങ്കര സംസാരം. ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. ഒരു പച്ചവെള്ളം പോലും അവര് തന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഇടിങ്ങോട്ടാ. അങ്ങനെ ഇരുന്ന സമയത്ത് കൊറേ നേരം കഴിഞ്ഞപ്പോ അവിടെ എന്തേരം നടന്നെന്ന വിചാരം നിങ്ങള്? എന്താ നടന്ന് ചോദിക്കാൻ? നല്ല വഴക്കായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇരുന്നപ്പോ ഭയങ്കര കളിയും ചിരിയും എല്ലാരും കൂടെ. എല്ലാരും കൂടെ ഭയങ്കര കളിയും ചിരിയും, ഭയങ്കര തമാശ, സ്നേഹം, ചിരിയും കളിയോ, ഭയങ്കര ചിരിയും കളി എല്ലാം കൂടെ. പിന്നെ അവള് കുഞ്ഞല്ലേ, പിന്നെ കൊച്ചു പ്രായത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും, അതൊന്നും സാരമില്ല. പിന്നെ നമുക്കൊരു പറഞ്ഞതിനെക്കാട്ടി ഒരു 10-50 പവൻ കൂടുതലും പിന്നെ 1 ഏക്കർ പറമ്പും അങ്ങോട്ടൊക്കെ കൂട്ടി അങ്ങ് തന്നേക്കാവുന്നു. അപ്പൊ അവരതങ്ങ് പോട്ടെ സാരമില്ല, കൊച്ചു പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഒത്തൊരുമേലായി. ഒന്നും സംഭവിച്ചില്ല. ഇതൊക്കെയാ സംഭവിച്ചത്. എന്നാലും എന്റെ പൊന്നേച്ചി ഒന്നും സംഭവിച്ചില്ല ചേച്ചി. സംഭവിക്കണമായിരുന്നു അല്ലേ? അതാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല, പിന്നെ നമ്മളങ്ങനെ സംഭവിക്കൂന്നാണല്ലോ വിചാരിച്ചത്. കാശ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല, എല്ലാം അതിലങ്ങ് മറന്നു. ചേട്ടാ